പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതാ കണ്ടപ്പോ തന്നെ ചിലപ്പോൾ മനസ്സിലായിണ്ടാവും. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മാറിയില്ലേ? അല്ലേ? ഇന്നലത്തെ എനിക്കറിയില്ല എക്സാമിന്റെ കാര്യം, സ്കോറിന്റെ കാര്യം. സോ ഇനിയിപ്പോ നമ്മുടെ എക്സാമിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ലാസ്റ്റ് ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, പേര് മാറി. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ്. 2 ചാപ്റ്റർ കഴിഞ്ഞ് 3ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു. 3ാമത്തെയും ഞാൻ 2 ചാപ്റ്ററും കൂടെ ഒരുമിച്ചാണ് എടുക്കണത്. ഒരു ചാപ്റ്റർ LCM HCF എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അത് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല, ഇതിലും കൂടെ പറഞ്ഞു പോവാനുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയണതായിരിക്കും. ലസാഗു, ഉസാഗു അറിയണല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ ലസാഗു എടുക്കാനൊക്കെ? അപ്പൊ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. സോ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഇതിലൂടെ പറഞ്ഞ് അങ്ങോട്ട് പോകാം. ഫ്രാക്ഷണൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ റേഷണൽ നമ്പേഴ്സ് P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതുന്ന നമ്പറുകളാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫ്രാക്ഷൻ ഒരു ഡിവിഷൻ ഫോമിൽ എഴുതുന്ന നമ്പറുകളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് അതാണ് എന്ത് നമ്മളിവിടെ പഠിക്കാൻ പോണത്. ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ്. അപ്പൊ കുറെ പേർക്ക് അറിയാന്നൊക്കെ പറയുന്നുണ്ട്. അറിയാന്നുള്ള ആള് നല്ല കാര്യം. നമ്മൾ ഫ്രാക്ഷൻ ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? അംശവും ഛേദവും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് വെറുതെ അങ്ങോട്ട് വന്നിട്ട് 2 ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിന് കുറെ കണ്ടീഷൻസ് പാലിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ അറിയായിരിക്കും അല്ലെ? എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഛേദമാണെന്ന് തോന്നുന്നു, സെയിം ആകണം എന്നുള്ളതാണ്. താഴെ എഴുതുന്ന നമ്പർ സെയിം ആയിട്ടുള്ള 2 ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചും കൂടിയൊക്കെ കണ്ടീഷൻസ് ഇവിടെ പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോണത്. അപ്പോ ഫസ്റ്റ് തന്നെ നോക്കിക്കോളോ, മലയാളം ഉണ്ട് കേട്ടോ. When a number, quantity or an object is divided into equal parts, one or more such equal parts is known as fraction. എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ ആ ഈക്വൽ ഭാഗങ്ങളെ ഒന്നിലധികമോ ഭാഗങ്ങളെ പറയുന്നതാണ് എന്ത്? ഫ്രാക്ഷൻ എന്ന്. മനസ്സിലായല്ലോ എന്താണ് പറയുന്നത്? നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കേക്ക്, ആ കേക്ക് ഒരു 6 പീസസ് ആക്കി കട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അതില് 3 പീസ് നിങ്ങൾ തന്നെ കഴിച്ചു. 3 പീസ് നിങ്ങൾ തന്നെ അതിൽ നിന്ന് കഴിച്ചു. 6 പീസുള്ള കേക്കിൽ നിന്ന് 3 പീസ് നിങ്ങൾ തന്നെ കഴിച്ചു. അപ്പൊ അതിന് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ പറയാം? 3 ഡിവൈഡഡ് ബൈ 6. അതാണ് നിങ്ങൾ കഴിച്ച ക്വാണ്ടിറ്റി. 6ൽ 3 ഭാഗവും നിങ്ങൾ തന്നെ കഴിച്ചു. മനസ്സിലായോ? അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. തുല്യ ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ വീതിക്കും. എന്നിട്ട് ആ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സിൽ എത്ര ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്? 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 3ൽ 2 ഭാഗം. ഓക്കെ, 4 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 5ൽ 4 ഭാഗം. മനസ്സിലായോ? അതാണ് ഈ ഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയെ ഈക്വൽ തുല്യ ഭാഗങ്ങളായി വീതിച്ചിട്ട് അതിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് x ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്ന ഫോർമിലാണ് എഴുതുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണല്ലോ. അതെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു ഒരു കേക്ക് ആണെങ്കിൽ ഇതിന് നമ്മളൊരു 8 പീസസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതില് 8 തുല്യ ഭാഗങ്ങളുണ്ട്. 1/8 എന്ന് പറഞ്ഞാൽ അത് 1 part out of 8 equal parts അല്ലേ? ഇനി 7/8 എന്ന് പറഞ്ഞാലോ 7 parts,
8ൽ 7 ഭാഗവും. മനസ്സിലായല്ലോ? അതായത് 1 പാർട്ട് എന്ന് പറഞ്ഞതാ ഇത് മാത്രം. ഓക്കെ, 7 പാർട്ട് എന്ന് പറഞ്ഞാൽ നോക്കിയേ ഇത്രയും മുഴുവനും വരുന്നതാണ് 7 പാർട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനെ എക്സ് ഓവർ വൈ എന്നുള്ള ഫോർമുലാണ് എഴുതുന്നത്. അതായത് 7/8 എന്ന് പറഞ്ഞാൽ എക്സ് ഓവർ വൈ അല്ലെങ്കിൽ എക്സ് ബൈ വൈ എന്നുള്ള ഫോർമുലാണ് എഴുതുന്നത്. ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ, ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അത് നിങ്ങൾക്ക് അറിയണ കാര്യം, നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒരുപാട് പഠിച്ച കാര്യങ്ങളാണ്. അതിനാൽ എല്ലാ ഫ്രാക്ഷനും ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തുല്യ ഭാഗങ്ങളായിട്ട് ഒരു സംഖ്യയുടെ അളവോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വിഭജിക്കുമ്പോൾ അത്തരം തുല്യ ഭാഗങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ കൂടുതൽ ഭാഗങ്ങളെയാണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത്. ഇത് എക്സ് ഓവർ വൈ എന്ന രൂപത്തിലാണ് എഴുതുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു, y എന്ന് പറയുന്നത് 0 ആകാൻ പറ്റില്ല, അല്ലെ? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകരുത്. 2/0 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിനോമിനേറ്റർ, ഛേദം ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതൊരു നാച്ചുറൽ, ഒരു നോർമൽ നമ്പർ അല്ല. അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന കേസിലേക്ക് പോകും. അതുകൊണ്ട് ഒരു നോർമൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് പഠിക്കാനുള്ളത്. മലയാളത്തിലുണ്ട്, ഞാൻ മലയാളത്തിലല്ലേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോട്ട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് മലയാളം കൂടി കിട്ടും കേട്ടോ. മലയാളവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് വേറെ എന്തൊക്കെയോ മെസ്സേജുകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് വേറെ മെസ്സേജുകളൊക്കെ ഇവിടെ വരുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഓരോ മെസ്സേജസ് ഒക്കെ ഇടുന്നത്? ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ. ടൈപ്സ് ഓഫ് ഫ്രാക്ഷനിലേക്ക് കടക്കാണ്. ടൈപ്സ് ഓഫ് ഫ്രാക്ഷനിലേക്ക് കടക്കാം നമുക്ക്. എന്തായിരുന്നു ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ? ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭിന്നങ്ങളെ ഒരുപാട് രീതിയിൽ എഴുതാം. അത് പ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നം, പിന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നം, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ഫ്രാക്ഷനെ എഴുതാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. പ്രോപ്പർ ഫ്രാക്ഷൻ, എത്ര രീതിയിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ഭിന്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പഠിക്കാൻ പോണത്. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ കുറച്ച് സ്പീഡിലാണല്ലോ പോണേന്ന്. നമ്മൾ കുറച്ച് സ്പീഡിലാണ് കേട്ടോ പോണത്. ഇനി നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് തന്നെ ആയിരിക്കും പോകുക. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് പോർഷൻസ് തീരണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് സ്പീഡിൽ പോയാലാണ് തീരുള്ളൂ. സോ എല്ലാവരും നല്ല പോലെ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കുറച്ച് പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു പോണത്. എന്താണ് മനസ്സിലായില്ല എന്ന് പറയുന്നത്? എക്സാമിന്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ലാസ്റ്റ് ഒന്നും കൂടെ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇടയിൽ മെസ്സേജസ് നോക്കുന്നത് കുറവായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ റിലേറ്റഡ് ടു അവർ പഠിക്കുന്ന കാര്യം വീണ്ടും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? ഈ ന്യൂമറേറ്റർ, നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആള്, മുകളിൽ എഴുതുന്ന സംഖ്യ, യെസ്, മുകളിലെ സംഖ്യയുടെ പേരെന്താ ശരിക്കും? ഛേദം. ഛേദം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണോ? അല്ല, ഛേദം എന്ന് പറയുന്നതല്ലേ ഡിനോമിനേറ്റർ? യെസ്, ഛേദമാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, അതായത് അംശം എന്ന് പറയുന്നത് ഛേദത്തെക്കാൾ വലുതായിട്ട് വരും. അതായത് മുകളിൽ എഴുതുന്ന ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണെങ്കിൽ, അല്ലേ? ചെറുതാണെങ്കിൽ, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ന്യൂമറേറ്റർ, അതായത് മുകളിൽ എഴുതുന്ന ആ സംഖ്യ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് 2/3 അല്ലെങ്കിൽ 8/11,
ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ന്യൂമറേറ്റർ അതായത് അംശം ഛേദത്തേക്കാൾ ചെറുതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നോക്കിയേ, 2/3 ഇതല്ലേ 3നേക്കാൾ ചെറുത്, 2 അല്ലേ ചെറുത് 3നേക്കാളും. അല്ലെങ്കിൽ ഇതാ 8/11 ഇതല്ലേ 11നേക്കാൾ ചെറുത്. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഇവിടെ ന്യൂമറേറ്റർ ആണ് ഡിനോമിനേറ്ററിനേക്കാൾ ചെറുത് അല്ലേ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ 8/11 ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം 1നേക്കാൾ ചെറുതായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ന്യൂമറേറ്റർ അതായത് അംശം ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഡിവിഷൻ ആണല്ലേ. 8/11 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിവിഷൻ ആണ് അല്ല, ഒരു ഹരണമാണ് നമ്മൾ ഈ ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതുന്നത്. അപ്പൊ നമ്മൾ അത് ശരിക്കും അങ്ങോട്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതായിരിക്കും അല്ലെ. 8/11 അല്ലെങ്കിൽ 2/3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതായിരിക്കും. അതെങ്ങനെയാ മനസ്സിലാവുന്നേ? നമ്മൾക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. ഇതിനെ 8/11 എന്നാണ് ഇതിന്റെ അർത്ഥം. 8ല് 11 ഉണ്ടോ? ഇല്ല. ആദ്യം തന്നെ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ 0 ഒക്കെ ആക്കിയിട്ട് വേണം 7/77 പിന്നെ ദാ 3 കിട്ടി, അതിൽ പോവില്ല, പിന്നെ വീണ്ടും 0 ഇട്ടു, അങ്ങനെ വേണം ഇത് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാ? 0.7 ആണല്ലേ. 0.7 ആണ് കിട്ടിയ സാധനം. 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1നേക്കാൾ ചെറിയൊരു സംഖ്യ അല്ലേ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുന്ന ഫ്രാക്ഷൻസ് ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ന്യൂമറേറ്റർ അതായത് മുകളിൽ എഴുതുന്ന അംശം എന്ന് പറയുന്നത് ഛേദത്തേക്കാൾ ചെറുതാണെങ്കിൽ, ചെറുത്, അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ. 8ൽ 4 ഭാഗം, 9ൽ 5 ഭാഗം, അത് കറക്റ്റ് ആണ്. 9ൽ 4 ഭാഗം എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് അല്ലെ. 10ൽ 4 ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിൽ 4 ഭാഗം. അല്ലെങ്കിൽ 25ൽ 10 ഭാഗം, 25 ഭാഗങ്ങളാക്കി തിരിച്ചതിന് 10 ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നു. അതാണ് 10/25. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ, ടോട്ടൽ നമ്പറിൽ നിന്ന് ഇത്ര ഭാഗം എന്ന് കറക്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം. ഇനി ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അംശം വലുതും ഛേദം ചെറുതും, അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം എന്ന് പറയുന്നത്. എന്തായിരുന്നു? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നോക്കിയേ, സാധാരണ ഭിന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂമറേറ്റർ മുകളിലെ സംഖ്യ കീഴെയുള്ള സംഖ്യയേക്കാളും കുറവായിരിക്കുന്നതാണ് സാധാരണ ഭിന്നം അല്ലെങ്കിൽ ശുദ്ധ ഭാഗം എന്നൊക്കെ പറയും ട്ടോ. അങ്ങനെ പറയുന്നത് സാധാരണ ഭിന്നത്തിന്റെ മൂല്യം എപ്പോഴും 1ൽ നിന്ന് കുറവായിരിക്കും. ഇനി ഇംപ്രോപ്പർ എന്ന് പറയുന്നത് ഛേദത്തേക്കാൾ വലിയ അംശം, അതായത് ഡിനോമിനേറ്ററിനേക്കാൾ വലിയ ന്യൂമറേറ്റർ ഉള്ളതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വലിയ ന്യൂമറേറ്ററും ചെറിയ ഡിനോമിനേറ്ററും. അപ്പൊ എന്താ എക്സാമ്പിൾ നോക്കിയേ. 17/11 അല്ലെങ്കിൽ 12/7, 8/3 ഇതൊക്കെയും ഇംപ്രോപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് പ്രോപ്പറും ഇംപ്രോപ്പറും തിരിച്ചറിയാൻ പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ ആണ് ചെറിയ സംഖ്യ, ഡിനോമിനേറ്റർ ആണ് വലിയ സംഖ്യ, അല്ലെങ്കിൽ അത് പ്രോപ്പർ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ന്യൂമറേറ്റർ വലിയ സംഖ്യയും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ അത് ഇംപ്രോപ്പർ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ വിഷമ ഭിന്നം. ഇതൊന്ന് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. നോക്കുക നിങ്ങൾക്ക് 8/3 എന്ന് ഞാൻ ചെയ്തു അല്ലേ. 8ൽ എത്ര 3 ഉണ്ട്? 2 തവണ ഓൾറെഡി വരുന്നുണ്ട് അല്ലേ. 2 × 3 6, പിന്നെ ബാക്കി 2 വന്നു. അപ്പൊ ഇതിൽ പോകില്ല, 0 ഇട്ടു. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാ. അപ്പൊ വീണ്ടും എന്താ 6 തന്നെ വന്നു. 6 3 18 അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ വലുതായിരിക്കും. അപ്പൊ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ
ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. അംശത്തേക്കാൾ വലിയ ഛേദം. ഓക്കെ, അതാണ് സാധാരണ ഭിന്നവും വിഷമ ഭിന്നവും. ഇനി നമുക്ക് വരുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ ആണ് ഇനി വരുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് a fraction combined with whole number part and a fractional part is called mixed fraction. അതായത് ഇങ്ങനെയാണ് ഇതിനെ എഴുതുക. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. 1/2 1.5 എന്ന് പറയുന്നതിനെ 1/2 അല്ലേ? അപ്പോ ഈ 1/2 എന്ന് പറയുമ്പോൾ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യല്ല ശരിക്കും. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1+1/2 എന്നാണ്. ഇതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പൊ നോക്കിയേ, ഒരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഒരു ഫ്രാക്ഷണൽ നമ്പർ പാർട്ട് ഉണ്ട്. അതായത് ഹോൾ നമ്പർ പാർട്ട് എന്ന് പറയുന്നതാണ് ഈ 1, ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നതാണ് ഈ 1/2. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു നമ്പർ ആക്കി എഴുതുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. 1/2 അല്ലെങ്കിൽ 3/4/5. ഇതിന്റെ അർത്ഥം എന്താ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3+4/5 എന്നുള്ളതിനെയാണ് ഇങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി 3/4/5 എന്ന് എഴുതുന്നത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്നല്ല, ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇതിന് നമ്മൾ ശരിക്കും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു സാധാരണ ഒരു ഭിന്നമാക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യാതെ മിക്സ് ആക്കി രണ്ടും കൂടി ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഇതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇനി അപ്പൊ ഞാൻ പെട്ടെന്ന് ഓരോ ഫ്രാക്ഷൻസും പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹോൾ നമ്പർ പാർട്ടും ഉണ്ടാകും, അതിലൊരു ഫ്രാക്ഷണൽ നമ്പർ പാർട്ടും ഉണ്ടാകും. ഇനി നോക്കിക്കോളൂ, ഇക്വിവാലന്റ് ഫ്രാക്ഷൻ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇപ്പോഴാണ് വരുന്നത്. ശ്രദ്ധിച്ച് നേരത്തെ വരണം കേട്ടോ. കാരണം നമുക്ക് ഫസ്റ്റ് ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നമ്മൾ കുറച്ച് ചാപ്റ്റർ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോൾ എല്ലാവരും ഇനി തൊട്ട് ക്ലിയർ ആയിട്ട് നേരത്തെ വരിക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തുടക്കമൊക്കെ മിസ്സാവും. ഇനി അടുത്ത ഫ്രാക്ഷൻ. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷന്റെ പേരാണ് മിശ്രഭിന്നം. ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നഭാഗവും ചേർന്ന് ഒരുമിച്ച് രൂപം കൊണ്ടതിനെയാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, മലയാളത്തിലും ഉണ്ട്. അപ്പൊ 1/2, അതായത് 1/2 എന്ന് പറഞ്ഞാൽ 1ഉം അരയും, അതായത് 1+1/2. അപ്പൊ 1/2 എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 2/2, 3/4 അല്ലെ, 3/4, അല്ലെങ്കിൽ 4/1/3, ഇങ്ങനെ ഇതൊക്കെ പറയുന്നതൊക്കെയും മിശ്രഭിന്നങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഇക്വിവാലന്റ് ഫ്രാക്ഷൻ അല്ലെ. അതായത് വേറെ വേറെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ആയിരിക്കും അതിന്, പക്ഷെ നമ്മൾ അതിന്റെ ഉത്തരം എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും തുല്യമായിരിക്കും. നിങ്ങൾ ഈ ചെറുതാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് നമുക്ക് 10/20 എന്നൊരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വെട്ടിച്ചെറുതാക്കുക എന്ന് പറയും. എങ്ങനെയാ അത് ചെറുതാക്കുന്നത്? ഇതിൽ രണ്ടിലും ഒരുപോലെ വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. 10ഉം 20ഉം 2 എന്ന് പറയുന്ന നമ്പർ ഇതിൽ രണ്ടിലും കോമൺ ആണ് അല്ലെ. അപ്പൊ 10ൽ എത്ര 2 ഉണ്ട്? അല്ലെങ്കിൽ ഏത് നമ്പറാ കോമൺ? 10 എന്ന് പറയുന്ന നമ്പർ തന്നെ കോമൺ ആണ്. അപ്പൊ ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാണെന്നാണ് നമ്മൾ നോക്കുക. 2 കോമൺ ആണ്. പിന്നെ ഏത് നമ്പറാ കോമൺ? 5 കോമൺ ആണ് അല്ലെ. പിന്നെ ഏത് നമ്പറാ? 10 തന്നെ കോമൺ ആണ് അല്ലെ. ഇതിൽ എത്ര 10 ഉണ്ട്? ഒരു 10. ഇതിൽ എത്ര 10 ഉണ്ട്? 2 10. അപ്പൊ ഈ 10/20 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും സെയിം ആണ്. എന്തുകൊണ്ടാണ് അത് സെയിം ആണെന്ന് പറയുന്നത്? 20ൽ 10 ഭാഗം, 10/20 എന്ന് പറഞ്ഞാൽ 20ൽ 10 ഭാഗം എന്നല്ലേ അല്ലെ. 10/20 എന്ന് പറഞ്ഞാൽ 20ൽ 10 ഭാഗം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് 20ൽ 10 ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി. 20 ഭാഗം മൊത്തം ഉള്ളതിൽ 10 ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പകുതിയാണ് അതിന്റെ. അത് തന്നെയല്ലേ 1/2. 2 ഭാഗങ്ങൾ ഉള്ളതിൽ 1 എടുക്കുന്നു, അതല്ലേ പകുതി. അപ്പൊ ഇതൊക്കെ പകുതി എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സെയിം ആകുന്നത്. മനസ്സിലായോ? പകുതി എന്നുള്ളത് കൊണ്ടാണ് ഇത് സെയിം ആകുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ്. ഒരേപോലെയുള്ള വാല്യൂ ആണ്, അതിന്റെ അർത്ഥം ഒക്കെ ഒരുപോലെയാണ് വരുന്നത്. പക്ഷെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേറെ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നോക്കിയേ,
2/3. ഇത് തന്നെയാണ് 4/6. ഇത് രണ്ടും തുല്യമാണ്. അതെങ്ങനെ തുല്യമാണെന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ, അപ്പൊ ഫ്രാക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിലാക്കിയിട്ട് വേണം എഴുതാൻ. ഏറ്റവും ചെറിയ രൂപത്തിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കോമൺ ആയിട്ടുള്ളതൊന്നും ഉണ്ടാവാത്ത രീതിയിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് 2, 3 ഇതിൽ രണ്ടിലും ഇനി കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ അല്ലെ. ഒന്നല്ലാതെ വേറെ ഒരു സംഖ്യയും കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഇത് നോക്കിയാൽ നിങ്ങൾ 4ഉം 6ഉം 4ലും 6ലും കോമൺ ആയിട്ട് ഒരുപോലെ വരുന്ന വേറൊരാളും കൂടി 2 ഉണ്ട് അല്ലെ. 4ല് എത്ര 2 ഉണ്ട്? 2 തവണ 2 വരുന്നുണ്ട്. 6ല് എത്ര തവണ 2 വരുന്നുണ്ട്? 3 തവണ വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇതിനെ ഞാൻ ചെറുതാക്കിയപ്പോ നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടിയത്. മനസ്സിലായോ? ഇത് തന്നെയാണ് 20/30 എന്ന് പറഞ്ഞാലും. എത്ര 10 ഉണ്ട് 20ല്? 2 10. 30ല് എത്ര 10 ഉണ്ട്? 3 10. അപ്പൊ വീണ്ടും ഇതേ തന്നെ കിട്ടിയില്ലേ? അപ്പോ ഡിഫറെന്റ് ഫോമുകളിൽ എഴുതിയാലും ഇതെല്ലാം തുല്യ വാല്യൂ ഉള്ള ഫ്രാക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് അവയെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമഭിന്നങ്ങൾ എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ സമഭിന്നങ്ങൾ എന്ന് പറയും. വ്യത്യസ്ത ന്യൂമറേറ്റർ, ഇവരെ ന്യൂമറേറ്റർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. വേറെന്തോ പേരാ വന്നേക്കുള്ളത്, അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടാം. വ്യത്യസ്തമായിട്ടുള്ള അംശവും ഛേദവും ആണെങ്കിലും അതിന്റെ മൂല്യം സമാനമായിട്ട് വരുന്നതിനെയാണ് നമുക്ക് ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സമഭിന്നങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതായത് 2/3, 20/30, 4/6 ഇതെല്ലാതും ചെറുതായി വരുമ്പോൾ 2/3 എന്ന് പറയുന്ന ആ ഒരു ഫ്രാക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അതായത് 3ൽ 2 ഭാഗം എന്ന് പറയുന്നതും 6ൽ 4 ഭാഗം എന്ന് പറയുന്നതും ഒരുപോലെയാണെന്ന് മനസ്സിലായോ? 3ൽ 2 ഭാഗവും 6ൽ 4 ഭാഗവും എന്ന് പറയുന്നതും ഒരേപോലെ ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. എന്താണ് ക്ലിയർ ആവാത്തതെന്ന് വ്യക്തമായിട്ട് പറയാം കേട്ടോ. കാരണം നമുക്ക് ഓരോ ഭാഗങ്ങളും പെട്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാതും നമുക്കിനി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് മനസ്സിലാവാത്തവര് വീണ്ടും വീഡിയോ എടുത്ത് കാണുക. അപ്പൊ ഞാൻ ഒരു തവണയും കൂടെ പറയാം. മിശ്രഭിന്നം, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ. മിശ്രഭിന്നം തൊട്ടാണ് മനസ്സിലാവാത്ത പ്രശ്നം വരുന്നത്. മിശ്രഭിന്നം എന്ന് പറഞ്ഞാല് ഒരു ഹോൾ നമ്പറിനെയും ഒരു ഫ്രാക്ഷണൽ നമ്പറിനെയും ഒരുമിച്ച് എഴുതുന്നത് 1 പ്ലസ് അര എന്നുള്ളതിനെ ഒരുമിച്ച് 1/2 എന്ന് എഴുതുന്നതാണ് മിശ്രഭിന്നം. അതായത് അവിടെ ഒരു ഹോൾ നമ്പർ 1ഉം ഉണ്ട് 1/2ഉം ഉണ്ട്, അതിനെ ഒരുമിച്ച് എഴുതുന്നതാണ് 1/2 എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നോക്കിയേ, 1 എന്നുള്ളതിനെ 1 തന്നെ എഴുതി കഴിഞ്ഞാലും അര എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കാണാം. ചില സ്ഥലത്ത് ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ 1/2 എന്ന് എഴുതും. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 3/2 എന്നുള്ള സംഭവത്തിനെയാണ് ഈ 1/2 എന്ന് പറയുന്നത്. 1/2 അല്ലേ. 3/2 അതാണ് 1/2. അപ്പൊ ഇതിന് എന്താ സംഭവിക്കുന്നത് ശരിക്കും? 3/2. 3ൽ എത്ര 2 ഉണ്ട്? ഒരു 2. ബാക്കി ഇതാ 1. ഇപ്പൊ 1ൽ പോവില്ല, പോയിന്റ് ഇട്ടു, 0 ഇവിടെ ഇട്ടു. 10ൽ എത്ര 2 ഉണ്ട്? 5. 5, 2, 10. അങ്ങനെയാണ് നമുക്കിതേ കറക്റ്റ് ആയിട്ട് ഇവിടെ 1/2 എന്നുള്ള സാധനത്തിനെ കിട്ടിയത്. 1/2 മനസ്സിലായോ? അതായത് അത് ഡെസിമൽ ആയിട്ട് എഴുതുന്ന സാധനമാണ്. അതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി അര എന്ന് പറഞ്ഞിട്ട് എഴുതി. 0.5 എന്ന് പറയുന്നത് തന്നെയാണ് ഈ അര എന്ന് പറയുന്ന സാധനം. അപ്പൊ അതിനെ തുല്യമാക്കി എഴുതി എന്നുള്ളതാണ് 1/2. ഇനി നോക്കിയേ, 5/4 അതും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ 9/4 ആണിത്. 9/4നെയാണ് ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. എന്തുകൊണ്ടാ നോക്കിയേ, 9/4 എത്ര ഉണ്ട്? എത്ര 4 ഉണ്ട്? 2 അല്ലേ. 2 5/4 എന്ന് എഴുതാൻ പറ്റുന്ന സംഭവമാണ് ഈ എന്തിട്ടാണ് 9/4 എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കുറെ
വേറെ രീതിയിൽ എഴുതാൻ പറ്റുന്ന സംഭവങ്ങളെ ഒരുമിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ നമ്പറും അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ നമ്പറും ഒരുമിച്ച് എഴുതുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അത് ഒരുമിച്ച് എഴുതുന്ന, ഒരുമിച്ചല്ലേ ഞാൻ എഴുതിയത്. ഒരു പ്രാവശ്യം നോക്കിക്കോളൂ. 3നെ 2 കൊണ്ട് ഹരിച്ചു. 1 2 2, ബാക്കി ഇവിടെ 1. 1ൽ 2 പോകുമോ? ഇല്ല. അപ്പൊ പോയിന്റ് ഇട്ടു. എന്നിട്ട് ഇതാ ഇവിടെ 0 ഇട്ടു. പോയിന്റ് ഇടുമ്പോ അപ്പൊ തന്നെ 0 ഇടണം. എനിക്കത് അറിയാന്ന് വിചാരിക്കണു ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് കിട്ടുന്ന ഇവിടത്തെ നമ്പർ ഈ നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ അപ്പൊ തന്നെ മുകളിൽ ഒരു പോയിന്റ് ഇടുക, അപ്പൊ തന്നെ ഒരു 0 ഇടുക. ഇനി ഈ 10ൽ 2 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. 5 തവണ അല്ലെ. 5 2 ആണ് 10. അപ്പൊ നമുക്കിതേ അംശം അല്ലെങ്കിൽ ശേഷം 0 എന്ന് കിട്ടി. അപ്പൊ 3 divided by 2 എന്ന് പറയുന്നത് 1.5 അപ്പൊ 1.5 എന്ന് പറയുന്ന ഈ സാധനത്തിന് നമുക്ക് 1.5 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോഴാണ് അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആകുന്നത്. കാരണം ഇതൊരു ഹോൾ നമ്പർ ആണ് 1 എന്ന് പറയുന്നത്. ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ ആണ് 1/2. അപ്പൊ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ നമ്പറും ഒരുമിച്ച് എഴുതുന്ന പ്രക്രിയയാണ് മിശ്രഭിന്നം എന്ന് പറഞ്ഞത്. പിന്നെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അംശവും ഛേദവും വേറെ ആണെങ്കിൽ പോലും അതിന്റെ വാല്യൂ, മൂല്യം എടുക്കുമ്പോൾ തുല്യമായിട്ട് വരും. അതാണ് ഇക്വാലന്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 2/3 തന്നെയാണ് 4/6. എപ്പോഴും ഫ്രാക്ഷനിനെ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റി വേണം എഴുതാൻ. അതായത് 4/6 എന്ന് പറഞ്ഞതിൽ ഒരേപോലെ വരുന്നത് എന്താ? 4ലും ഉണ്ട് 2, 6ലും ഉണ്ട് 2 അല്ലേ? അപ്പൊ 4ൽ എത്ര 2 ഉണ്ട്? 2 2 വരുന്നുണ്ട്. 6ൽ എത്ര 2കളുണ്ട്? 3 തവണ 2 വരുന്നുണ്ട്. 3 times 2 അല്ലേ 6. അപ്പൊ ഇതിനെ ചെറുതാക്കിയപ്പോ നമുക്ക് വീണ്ടും 2/3 തന്നെ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പൊ 6ൽ 4 ഭാഗം എന്നും 3ൽ 2 ഭാഗം എന്നും പറയുന്നതും ഒന്ന് തന്നെയാണ്. മനസ്സിലായല്ലോ? 3ൽ 2 ഭാഗം എന്ന് പറയുന്നതും 6ൽ 4 ഭാഗം എന്ന് പറയുന്നതും തുല്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇക്വാലന്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സമഭിന്നം. ഇനി റെസിപ്രോക്കൽ ഫ്രാക്ഷൻ മനസ്സിലായില്ല എന്ന് പറയണ്ടല്ലോ. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുക? ഓക്കെ ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ ആണ് ഇനി അടുത്തത്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന വേർഡ്. എന്താണ്? പരസ്പരം മാറ്റി എഴുതുന്നതിനെയാണ് പ്രതിഭാഗം അല്ലെങ്കിൽ പ്രതിഭാഗ ഭിന്നം എന്ന് പറയും. റെസിപ്രോക്കൽ ഫ്രാക്ഷൻ 4/5 എന്നുള്ളതിന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ 4/5 എന്നുള്ളതിന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ 5/4 ആണ്. മനസ്സിലായോ? 4/5 എന്നുള്ളതിനെ അങ്ങോട്ട് മാറ്റി എഴുതുമ്പോൾ അത് 5/4 ആവും. അത്രേ ഉള്ളൂ. അതാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, അതായത് 4/5നെ മാറ്റി എഴുതുന്നത് 5/4 എന്നാണ്. അതാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, റെസിപ്രോക്കലിന്റെ മലയാളം അറിയോ ആർക്കെങ്കിലും? റെസിപ്രോക്കൽ എന്ന് പറയുന്ന വേർഡിന്റെ മലയാളം അറിയോ ആർക്കെങ്കിലും? നിങ്ങൾ ഇതൊന്നും നല്ലപോലെ വായിച്ചു നോക്കിയേ. ഇത് ക്ലിയർ ആവാന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് എന്താണ് ഇതിന്റെ ടേംസ് മാത്രല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവത്തെ? ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വീണ്ടും ഇത് പറയാനായിട്ട് നേരമില്ല. നമ്മള് തമ്മിൽ അന്യോന്യമായ വ്യത്യാസം എന്നാണ് ഇതിൽ കാണുന്നത്. വിപരീത ഫ്രാക്ഷൻ അതായിരിക്കും നമുക്ക് അതിന്റെ ആക്ച്വൽ മലയാളം വരുന്നത്. വിപരീത ഭിന്നം എന്നായിരിക്കും വരുന്നത്. കാരണം 4/5നെ 5/4 ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ 4/5ന്റെ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ എന്താന്ന് ചോദിച്ചാൽ അത് 5/4 ആണ്. ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററും ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററും ആക്കി എഴുതുന്നു. അത്രേ ഉള്ളൂ റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ദാ 5 തരത്തിലുള്ള ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ്, ഇക്വാലന്റ്, റെസിപ്രോക്കൽ. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം, സമഭിന്നം, പിന്നെ വിപരീത ഭിന്നം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, വേറെ മെസ്സേജസ് ഒന്നും വരണ്ട. വീണ്ടും വീണ്ടും പറയാണ് ഞാൻ. ഇപ്പൊ ഇതിൽ ഈ ക്ലിയർ ആവാത്ത ആൾക്കാർ വീഡിയോ വരുമ്പോൾ ഒന്നും കൂടെ നോക്കുക. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അല്ലേ? ആണോ? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണോ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്? ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷന് ഒരു എക്സാമ്പിളും കൂടെ തരാം.
എന്തായിരിക്കും? മിക്സഡ് ഫ്രാക്ഷൻ എക്സാമ്പിൾ വേണോ? മിക്സഡ് ഫ്രാക്ഷന് അതോ നിങ്ങൾക്ക് ഓക്കെ ആയോ? മിക്സഡ് ഫ്രാക്ഷൻ ഈ പറഞ്ഞ 5 ഫ്രാക്ഷൻസ് ഓക്കെ ആയോ? ഓക്കെ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക. കാരണം ഇത് തന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകണ്ടേ? ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ പെട്ടെന്ന് പറയാൻ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവാണ്ട് എനിക്ക് അങ്ങോട്ട് പോവാനും പറ്റണില്ല, എന്നാലും നമുക്ക് പോവാണ്ടിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? ഒരു ഹോൾ നമ്പറും ഒരു നോർമൽ നമ്പറും കൂടെ ഒരുമിച്ച് എഴുതുന്നത്. അപ്പൊ നോക്കിയേ, 9/4 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനെ, 9/4 എന്ന് പറയുന്ന ഈ ഒറ്റ ഫ്രാക്ഷനെ എനിക്ക് മിക്സ്ഡ് ആക്കി എഴുതാം. 2 1/4 എന്നുള്ളതാണ് ഇതിന്റെ മിക്സ്ഡ് ഫോം അല്ലെ? 2 1/4 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ 4 ഒരു വട്ടം, ഇതിൽ എത്ര വട്ടം ഉണ്ട്? 4, 2 വട്ടം അല്ലെ? ബാക്കി 1 ഉണ്ട് അല്ലെ? 4 4 ഒരു വട്ടം, 9 2 4 ഉണ്ട്, ബാക്കി 1 ഉണ്ട്. 8 കഴിഞ്ഞാൽ ബാക്കി അവിടെ 1 കിടക്കുന്നുണ്ട്. അപ്പൊ ആ 1/4 വീണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടി. മനസ്സിലായോ? ഇനി 5/4 എന്നാണെങ്കിലോ, 5/4 എന്നാണെങ്കിലോ 5ല് എത്ര 4 ഉണ്ട്? ഒരു 4, ബാക്കി അവിടെ ഒരു 1 ഉണ്ട് അല്ലെ? അപ്പൊ അതും കൂടി എഴുതി കഴിഞ്ഞാൽ ബാക്കി ഒരു 1/4 കൂടി എഴുതി കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ മിക്സ്ഡ് ഫ്രാക്ഷൻ. മനസ്സിലായോ? ഇനി 6/8 ആണെങ്കിലോ എത്ര? 6/8 എഴുതാൻ പറ്റില്ല, കാരണം ന്യൂമറേറ്റർ വലുതാവണം. 13/8 ആണെങ്കിലോ എത്ര 8 ഉണ്ട് 13ല്? ഒരു 8 അല്ലേ? ബാക്കി എത്രയുണ്ട്? 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 5 അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ 1ഉം 5/8ഉമാണ് 13. 1 + 5/8. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഒരുമിച്ച് എഴുതുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇക്വാലന്റ് ഫ്രാക്ഷൻ പറഞ്ഞു, റെസിപ്രോക്കൽ ഫ്രാക്ഷൻ കഴിഞ്ഞു. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറ്റി എഴുതുമ്പോൾ ഉണ്ടാവുന്നതാണ് റെസിപ്രോക്കൽ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ പ്രതിഭാഗം എന്ന് പറയും. വിപരീത ഭിന്നം എന്ന് വേറൊരു പേരുണ്ട്. 4/5 എന്നുള്ളതിന്റെ വിപരീത ഭിന്നം 5/4 ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഓക്കെ, ഇനി ക്ലിയർ ആവാത്ത ആൾക്കാര് എന്ത് ചെയ്യണം? വീഡിയോ വരുമ്പോ നല്ലപോലെ ഒന്നും കൂടി ഇരുന്ന് കാണുക. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അത് 60 പേരുണ്ട് ഇവിടെ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓപ്പറേഷൻസിലേക്ക് ആക്ച്വലി കടക്കാൻ പോവാണ്. ഓപ്പറേഷൻസിലേക്ക് ആക്ച്വലി കടക്കാന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ഈ ഫ്രാക്ഷൻസ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലെ? ഫ്രാക്ഷണൽ നമ്പർ 2ഉം 3ഉം കൂടെ വെറുതെ നോർമൽ നമ്പർ ആഡ് ചെയ്യണ പോലെ അല്ല ഫ്രാക്ഷണൽ നമ്പറുകൾ ആഡ് ചെയ്യുന്നത്. 2 + 3 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ? അവിടെ ആകെ 2ഉം ഒരു 3ഉം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയേ, 2 നമ്പർ ഉണ്ട് അല്ലേ? ഒരു ഫ്രാക്ഷന് തന്നെ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏതിനെ ആഡ് ചെയ്യാ? അപ്പൊ കൺഫ്യൂഷൻ ആയി. 2 നമ്പർ വരും, അവിടെ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്, ഇതിൽ ഏതിനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അപ്പൊ പ്രത്യേക തരത്തിലാണ് അതിന്റെ അഡീഷൻ വരുന്നത്, ബേസ്ഡ് ഓൺ കണ്ടീഷൻസ്. എപ്പോഴും ഡിനോമിനേറ്റർ ഛേദം തുല്യമായ സംഖ്യകളെ, തുല്യമായ ഭിന്നങ്ങളെ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുകയുള്ളൂ. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഛേദം, ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് നേരിട്ട് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റുകയുള്ളൂ. നോക്കിയേ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ പ്ലസ് 4/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. നോക്കിയേ, രണ്ടെണ്ണത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ എഴുതുക. ഡിനോമിനേറ്ററിനെ ആരും ആഡ് ചെയ്യരുത്. ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ എഴുതുക. ഈ ന്യൂമറേറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 4 6. ഇതാണ് ഉത്തരം. മനസ്സിലായോ? ഇനി നോക്കി നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 4/5 പ്ലസ് 3/5. അപ്പൊ എത്ര ഉത്തരം വരിക? 4/5 പ്ലസ് 3/5. വേഗം പറഞ്ഞോ. വേഗം പറഞ്ഞോളൂ. മിക്സ്ഡ് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്നതല്ല. ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഒരുമിച്ച് എഴുതുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഓക്കെ, അറിയുന്ന ആൾക്കാര് കുഴപ്പമില്ല.
ശ്രദ്ധിച്ചിരിക്കുക എന്നാലും കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞേ. വരുന്നുണ്ടല്ലോ. ആരാണ്? നക്ഷത്രയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. വെറും 7 അല്ല, 7/5. അതെ, 5/7 അല്ല കേട്ടോ, 7/5. അപ്പൊ എങ്ങനെയാ അത് ചെയ്യാം? 5 രണ്ടിലും ഇവിടെ 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 5 ആദ്യം തന്നെ അവിടെ എഴുതുക, ഡിനോമിനേറ്റർ. ഇനി ഈ രണ്ട് ന്യൂമറേറ്ററുകളെ തമ്മിൽ ആഡ് ചെയ്യുക. 4 + 3, അതായത് 7/5. അതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? അപ്പൊ അതാണ്, അത് ഏറ്റവും എളുപ്പമുള്ള രീതിയാണ്. ഇനി കുറയ്ക്കുകയാണെങ്കിലോ? കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാം? 6/8 അല്ലെങ്കിൽ 6/7 മൈനസ് 3/7. എത്ര ഉത്തരം വരിക? കുറയ്ക്കുമ്പോഴും ഇത് തന്നെയാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ എടുത്ത് എഴുതുക. 6ൽ നിന്ന് 3 പോയാൽ എത്ര വരുന്നത്? 3 തന്നെ. 3/7. മനസ്സിലായോ? അല്ലെ? 6ൽ നിന്ന് 3 പോയാൽ 3 അല്ലേ വരുന്നത്. അപ്പൊ 3/7 ഉത്തരം. കുറയ്ക്കുകയാണെങ്കിലും കൂട്ടുകയാണെങ്കിലും എന്ത് സെയിം ആകണം? ഛേദം സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ മാത്രമേ കുറയ്ക്കാനും കൂട്ടാനും പറ്റുള്ളൂ. ഇനി ഛേദം സെയിം അല്ലെങ്കിലോ? അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പഠിച്ചിട്ട് അതിലേക്ക് പോകാം. ഛേദം തുല്യമായിട്ട് വരികയാണ്, പക്ഷേ അത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇത് കുറച്ച് പ്രശ്നമുള്ളതാണ്, ശ്രദ്ധിച്ചിരിക്കുക. 7/1/8, 2/3/8, 3/5/8. ഇതാണ് നമ്മുടെ നമ്പർ. 7/1/8 പ്ലസ് 2/3/8 പ്ലസ് 3/5/8. ഇതിന് നിങ്ങൾ നോക്കിയാല് ഡിനോമിനേറ്റർ ഒക്കെ സെയിമാ അല്ലേ? ഉത്തരമൊക്കെ ശരിയാണ് കേട്ടോ. ഡിനോമിനേറ്റർ ഒക്കെ സെയിമാ, പക്ഷെ അവിടെ ഫ്രാക്ഷൻ മാത്രമല്ല ഉള്ളത്. അതൊരു മിശ്രഭിന്നങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മിശ്രഭിന്നങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു മിശ്രഭിന്നാണ്, ഇതൊരു മിശ്രഭിന്നമാണ്, ഇതും ഒരു മിശ്രഭിന്നമാണ് അല്ലേ? അപ്പൊ മിശ്രഭിന്നങ്ങൾ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷെ അതിന് എന്ത് സെയിമാ? ഛേദം സെയിം ആണ്. അപ്പൊ ഇതിന് എന്താ ചെയ്യണ്ടേ? ഈ ഹോൾ നമ്പറുകൾ 7, 2, 3 അവറ്റങ്ങളെ മാറ്റി നിർത്തുക. 7 + 2 + 3 അവരെ ആദ്യം അങ്ങോട്ട് ആഡ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ, അവർക്ക് ഡിനോമിനേറ്റർ ഒന്നും ഇല്ല, വെറുതെ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു പ്ലസ് ഇടുക. ഇനി ഈ ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാ വരിക? 1/8 പ്ലസ് 3/8 പ്ലസ് 5/8. അപ്പൊ നോക്കിയേ, 7 + 2 + 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. നമുക്കറിയാം അല്ലെ? 12 എന്ന് കിട്ടി. പ്ലസ് 1/8, 3/8, 5/8. 8 എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള ഡിനോമിനേറ്റർ ആണ്. 1 + 3 + 5 എത്രയാ? 9. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. 12 + 9/8, അതായത് 12 9/8. അതാണ് ഉത്തരം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ കുറച്ച് പേര് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ക്ലാസ്സിന് തുടങ്ങുന്നതിന് മുന്നാണ് ഞാൻ ഇനി പേര് വിളിക്കുള്ളൂ എന്ന്. കേട്ടോ ഹൃത്തിക? പേര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇനി നേരത്തെ വന്നാലാണ് നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അധികം സംസാരിക്കില്ല, പെട്ടെന്ന് പഠിച്ചു പോവുക ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ ക്ലാസ്സിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ പോവാം. അപ്പൊ ഇത് മനസ്സിലായോ? മിശ്രഭിന്നങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും എന്ത് സെയിം ആയിരിക്കണം? ഛേദം സെയിം ആയിരിക്കണം കേട്ടോ. ഇപ്പൊ 1/8ഉം 3/5ഉം ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഛേദം സെയിം ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിൽ മിശ്രഭിന്നങ്ങളാണ് വരുന്നതെങ്കിൽ ആ ഹോൾ നമ്പറുകൾ മാത്രം, പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ മാത്രം തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ട് ഈ മറ്റേ ഫ്രാക്ഷൻസ് ഒക്കെ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 12 + 9/8 എന്ന് കിട്ടും. അതായത് 12 9/8 എന്നുള്ളതാണ് അവിടുത്തെ ഒരു മിശ്രഭിന്നം. ഉത്തരവും ഒരു മിശ്രഭിന്നമായിരിക്കും. മനസ്സിലായല്ലോ? ഉത്തരവും ഒരു മിശ്രഭിന്നം ആയിരിക്കും. അപ്പൊ ഈ മിശ്രഭിന്നം അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഒക്കെ കിട്ടിയിട്ട് ന്യൂമറേറ്റർ മാത്രം കൂട്ടി വെക്കരുത്. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഇടാൻ മറന്നുപോയാൽ ഉത്തരം തെറ്റിട്ടോ. ഓക്കെ, ഇത് തന്നെയാണ് സബ്സ്ട്രാക്ഷന്റെ കേസിലും. അപ്പൊ ഞാൻ സബ്സ്ട്രാക്ഷന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കൂ, സബ്സ്ട്രാക്ഷന് ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഏതാണ് നമ്പർ? 8
7/4 അതായത് 8/7 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 7/4 ഒരുമിച്ച് ഒരു മിശ്ര ഭിന്നമാക്കി 8 7/4 എന്ന് എഴുതുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 8 പ്ലസ് 7/4 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിലുള്ള അഡിയേഷനെയാണ് ഒരുമിച്ച് 8 7/4 എന്ന് എഴുതുന്നത് കേട്ടോ. ഓക്കെ, 8 7/4 മൈനസ് 4 5/4. ഇത് മൈനസ് ആണ് അല്ലേ, സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഹോൾ നമ്പറുകളെ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. 8 മൈനസ് 4 മനസ്സിലായല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇടേണ്ടത് മൈനസ് അല്ല, ഇതിന്റെ കൂടെ പ്ലസ് ആണ് ഇവിടെ ഇടേണ്ടത്. ഇവിടെ മൈനസ് ആണെങ്കിലും ഇത് രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഇടേണ്ടത് പ്ലസ് ആണ്. ശ്രദ്ധിക്കുക, പിന്നെ ഇടേണ്ടത് പ്ലസ് ആണ്. ഇനി ഇത് രണ്ടും തമ്മിൽ വീണ്ടും മൈനസ് ചെയ്യുക. എങ്ങനെ? 7/4 മൈനസ് 5/4. അപ്പൊ അതാണ് ആകെയുള്ള ഒരു വ്യത്യാസം. പ്ലസ് ചെയ്യണേൽ കുഴപ്പമില്ല, മൊത്തം പ്ലസ് ആണ്. പക്ഷെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊത്തം സബ്സ്ട്രാക്ഷന്റെ ചിഹ്നം ഇടാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ ഈ 8ഉം 4ഉം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തു, പിന്നെ അതിന്റെ കൂടെ ഇത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വരുന്ന ചിഹ്നം പ്ലസ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്താ കിട്ടുക? 4 കിട്ടിയില്ലേ, ഇവിടെ 4 കിട്ടി. 7 മൈനസ് 5 2 കിട്ടി. 4 പ്ലസ് 2/4 അതായത് 4 2/4 എന്ന് ഉത്തരം കിട്ടി. മനസ്സിലായോ? അതാണ് ഇനി സബ്സ്ട്രാക്ഷന്റെ കാര്യത്തിൽ അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡിനോമിനേറ്റർ ഈക്വൽ ആയാലുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും, ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ടുള്ള മിശ്രഭിന്നങ്ങളുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മുടെ പ്രശ്നമുള്ള പരിപാടി. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമല്ലെങ്കിൽ എന്ത് ചെയ്യും? തുല്യമല്ല, ആകെ പ്രശ്നമായി അല്ലേ? തുല്യം അല്ലാത്ത സംഭവങ്ങളെ തുല്യം ആക്കിയതിനു ശേഷമേ നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുകയുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 5/6ഉം 2/3 ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? 5/6ഉം 2/3 ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഇത് തമ്മിൽ ആഡ് ചെയ്യാ? ഇത് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാ? പ്രശ്നമാണ് അല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ കറക്റ്റ്, നക്ഷത്ര പറഞ്ഞത് കറക്റ്റ് ആണ്. LCM കണ്ടുപിടിക്കണം. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുതമ സാധാരണ ഗുണിതം, ലസാഗു. കേട്ടിട്ടുണ്ടോ? അത് ക്ലാസ് കഴിയാറായപ്പോഴാണല്ലോ ബാക്കി ആൾക്കാരൊക്കെ വരണേ. 70 വ്യൂസ് ആയത്. ഇത്രയും നേരം നമുക്ക് 60 56 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് കഴിയാൻ 10 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. അപ്പോ ലസാഗു കണ്ടുപിടിക്കണം ഇവിടെ. ഇതിനെ ലസാഗു കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്തിന്റെ ലസാഗു കണ്ടുപിടിക്കണ്ട? LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എല്ലാവർക്കും? ലസാഗു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുതമ സാധാരണ ഗുണിതം. എന്താണെന്നറിയോ? ഇത് അറിയില്ല അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കാണ്ട് നമുക്ക് ലസാഗുവും ഉസാഗുവും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ലഘുതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ ആണ്. എന്ത്? മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് ദ ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ ആണ്, കറക്റ്റ് ആണ് നക്ഷത്ര, ഡിനോമിനേറ്ററിന്റെ ആണ്, ഛേദത്തിന്റെ ആണ് LCM കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ രണ്ട് ഡിനോമിനേറ്ററെയും ഒന്നാക്കി ഒരു വാല്യൂ ആക്കി മാറ്റണം. ഒന്നാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന വാല്യൂ ആക്കാനല്ല പറയുന്നത്. 6ഉം 3ഉം ഡിഫറെന്റ് ആണ്. ഡിനോമിനേറ്ററിനെ തുല്യമാക്കണം, അത്രേ ഉള്ളൂ വഴി. ഡിനോമിനേറ്ററിനെ തുല്യമാക്കണം, ആക്കിയാൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ 6ഉം 3ഉമാണ് ഡിനോമിനേറ്റർ. എങ്ങനെ തുല്യമാക്കും?
അതായത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മൾ എന്താ നോക്കേണ്ടത്? അപ്പോൾ 6ലും 3ലും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 6 and 3, 6ന്റെയും 3ന്റെയും ഏറ്റവും ചെറിയ ഗുണിതം അതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? 6ന്റെയും 3ന്റെയും ഏറ്റവും ചെറിയ ഗുണിതം. 6ന്റെയും 3ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഏതാ? ഓക്കെ, കുറച്ച് പേര് ലേറ്റ് ആയി, കോൾ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുഴപ്പമില്ല, വീഡിയോ വരുമ്പോ കാണുക കേട്ടോ. ഓക്കെ, 6ന്റെയും 3ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. അതെ അല്ലേ? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിങ്ങൾക്ക് 6 കാണുന്നില്ലേ? 1/1 × 6 6. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിങ്ങൾക്ക് 6 കാണാൻ പറ്റില്ലേ? 3 × 2 6 അല്ലേ? അപ്പൊ 6 ആണ് എന്തിന്റെ LCM ഓഫ് 6 and 3. LCM ഓഫ് 6 and 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് 6 ആയത്? നമ്മുടെ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 3ന്റെയും 6ന്റെയും ഏറ്റവും ചെറിയ ഗുണിതം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ട? 6 ആണ് LCM എന്ന് കിട്ടി. ഇനി ഇതിനെ 6 ആക്കി മാറ്റണം. ആദ്യത്തെ ഓൾറെഡി 6 ആണ്, ഒന്നും ചെയ്യണ്ട. രണ്ടാമത്തെ 2/3 എന്നുള്ള ആള് ഈ താഴെ നമുക്ക് 6 ആക്കി മാറ്റണം അല്ലെ? എങ്ങനെ 6 ആക്കി മാറ്റുക? 3നെ × 2 ചെയ്താൽ മതി അല്ലേ? ഇവിടെ × 2 എന്ന് ചെയ്താൽ മതി. അങ്ങനെ ഡിനോമിനേറ്ററിനെ മാത്രമായിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഡിവിഷൻ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് തന്നെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അത് ഉടനെ അടുത്തതിലും ചെയ്യണം. എന്നാലാണ് ഡിവിഷന്റെ വാല്യൂ മാറാതിരിക്കുള്ളൂ. ഇപ്പൊ ഡിവിഷൻ എന്ന് മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു സൈഡിൽ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ തന്നെ തിരിച്ചപ്പുറത്തും, അതായത് ഈക്വൽ ടുന്റെ അപ്പുറത്തും ചെയ്യണം. അതുപോലെ ന്യൂമറേറ്ററിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെയും ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിനെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ എന്താ ഇത്? 5/6 പ്ലസ് 2 × 2 എത്ര? 4. 3 × 2 എത്ര? 6. അപ്പൊ നോക്കിയേ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. കാരണം എന്താ? ഡിനോമിനേറ്റർ സെയിം ആയി, 5ഉം 6ഉം 6ഉം ആയില്ലേ ഇവിടെ. ഇനി നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം. നോക്കിയേ. അപ്പോ 5/4 5/6 പ്ലസ് 4/6 എന്ന് വന്നു 9/6. ഉത്തരം മനസ്സിലായോ? അങ്ങനെയാണ് ഡിനോമിനേറ്റർ ഛേദം വ്യത്യസ്തമാണെങ്കിൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് പ്രശ്നം അവിടെ ആയിരിക്കും കേട്ടോ. ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയണ കാരണം വേറെ ആരും പറയുന്നില്ല. അപ്പോ കുറച്ച് വോളിയം ഒന്ന് കൂട്ടി വെച്ച് നോക്കിയേ. എൻ്റെ ഇവിടെ മാക്സിമം വോളിയത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, 9/6 ആണ്. അപ്പൊ ഇതാണ് സംഭവം. LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ചെറിയ ചെറിയ നമ്പറുകളാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് വരുന്ന സംഖ്യയുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുക. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ, സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും വരുന്ന കോമൺ ആയിട്ടുള്ള സംഖ്യ എടുക്കുക. അത് എടുക്കുമ്പോൾ നമുക്ക് 6 എന്നാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് ഡിനോമിനേറ്ററിനെയും 6 ആക്കണം. അല്ലെങ്കിൽ 10 ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് ഡിനോമിനേറ്ററിനെയും 10 ആക്കണം. ഓക്കെ, അപ്പൊ ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ആക്കുക എന്നുള്ളതിന് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു പർട്ടിക്കുലർ നമ്പറിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തുല്യമാകും. ഞാൻ എൻ്റെ മാക്സിമം വോളിയത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ LCM എടുക്കുന്ന പരിപാടി. അടുത്ത ഇനി ഫ്രാക്ഷൻ വിത്ത് അൺഈക്വൽ ഡിനോമിനേറ്റർ ആണ്. അതായത് മിക്സഡ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേറ്റർ വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ആയി. ഇനി എക്സാമിന്റെ കാര്യം ഒന്നും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തേതാ ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ക്ലാസ്സിന്റെ വീഡിയോ വരുമ്പോൾ എന്തായാലും വീഡിയോ ഇരുന്ന് കാണണം. നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ വീഡിയോ കണ്ടിട്ട് വേണം എല്ലാവരും വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആകും. ഓക്കെ, വീഡിയോ കാണാൻ നിർബന്ധമായിട്ടും വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ.